ഷഹ്നാസ് ജൗഹർ നടത്തിയ പ്രൗഢമായ സ്വാഗത ഭാഷണം ബാലസമ്മേളനത്തിന്റെ പ്രത്യേക ആകർഷണമായിരുന്നു. അറിവ് സമാധാനത്തിന് എന്ന മഹത്തായ ആശയവുമായി ഈ മനോഹര നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന MSM കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലെ ബാലസമ്മേളനത്തിലാണ് നാം ഇപ്പോൾ. അതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മാനവരാശിയുടെ വിനാശത്തിന് അറിവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അറിവ് സമാധാനത്തിന് എന്ന വിഷയം തീർത്തും സന്ദർഭോചിതമാണ്. സൃഷ്ടാവായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന ഉദ്ബോധനവുമായി അവതരിച്ച ഖുർആന്റെ അനുയായികളാണ് നാം. അതുകൊണ്ട് തന്നെ അറിവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. എന്താണ് യഥാർത്ഥ അറിവ്? മനുഷ്യനെ ആത്യന്തിക വിജയം നൽകുന്ന അറിവ് ഏതാണോ അതാണ് യഥാർത്ഥ അറിവ്. അതായത് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥ അറിവ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിനോട് രണ്ട് തരത്തിലാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഉപകാരപ്പെടുന്ന അറിവ് ചോദിക്കുന്നു എന്നും ഉപകാരപ്പെടാത്ത അറിവിൽ നിന്നും രക്ഷ തേടുന്നു എന്നും. ഇസ്ലാമിക ജ്ഞാനം കൊണ്ട് ഈ ലോകത്തും പരലോകത്തും സമാധാനം ഉണ്ടാവുമെന്നാണ് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്ന് വച്ചാൽ മറ്റു വിജ്ഞാനങ്ങൾ നേടുന്നതിന് ഇസ്ലാം എതിരാണ് എന്നതിനർത്ഥമില്ല. മറിച്ച് സൃഷ്ടാവിനെ അറിയാതെ ഭൗതികമായി എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാലും അത് അപൂർണമായിരിക്കും. ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന അനുപാതത്തിൽ കൂടിച്ചേരുമ്പോൾ വെള്ളമുണ്ടാകുമെന്നത് ശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന അറിവാണ്. എന്നാൽ ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരാൾക്ക് ഈ വെള്ളം കൊടുത്താൽ അയാളുടെ ദാഹം മാറുമെന്നും ഇതുവഴി പുണ്യം ലഭിക്കുമെന്നുമുള്ള അറിവ് ശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭ്യമല്ല. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വമ്പിച്ച മുന്നേറ്റങ്ങൾ നേടിയ ഒരു കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഒരൽപ്പം വിജ്ഞാനം നേടുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു നേട്ടം കരഗതമാവുമ്പോഴേക്ക് സൃഷ്ടാവിനെ വെല്ലുവിളിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ലോകത്ത് ഇന്ന് കാണുന്ന അസമാധാനത്തിനും കുഴപ്പങ്ങൾക്കും കാരണം ഭൗതിക വിജ്ഞാനത്തിന്റെ കുറവല്ല, വിവരമുള്ളവർ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് വ്യക്തമാണ്. അവൻ നേടിയെടുത്ത വിജ്ഞാനം മറ്റുള്ളവർക്കെതിരിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളായിരുന്നു 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ. 1ാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിന്റെ എത്രയോ മടങ്ങ് ആളുകളാണ് 2ാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. കാരണം ഈ 2 ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യർ ഒരുപാട് പുരോഗമിച്ചിരുന്നു. അവന്റെ വിജ്ഞാനം അവൻ കൂടുതൽ ആളുകളെ കൊല്ലാനും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാനും ഉപയോഗിച്ചപ്പോൾ ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടായി 90 ലക്ഷം ആളുകളാണ് 2ാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്.